നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ആസ്മ. ഏറ്റവും കൂടുതലാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ ഉള്ളൊരു അസുഖമാണ് ആസ്മ. അപ്പം ആസ്മ എന്ന് പറയുമ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആസ്മയ്ക്ക് പ്രിഡിസ്പൊസിഷനുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം തൊലിപ്പുറത്തുള്ള അലർജി ഉള്ളവരോ, പൊടിയടിക്കുമ്പം മൂക്കൊലിപ്പ് കണ്ണിച്ചൊറിച്ചിലൊക്കെ ഉള്ളവരോ, അല്ലെങ്കിൽ വീട്ടിൽ ആസ്മയുടെ ഹിസ്റ്ററി ഉള്ളവരോ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വലിവ് പോലെ എന്തെങ്കിലും വന്നിട്ടുള്ളവരോ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോൾ, ആ ട്രിഗർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൊടിയായിരിക്കാം, ചിലപ്പോൾ തണുപ്പായിരിക്കാം, ചിലപ്പം ഈ ചില മണങ്ങൾ, പെർഫ്യൂമിൻ്റെ മണം, മീൻ വറുക്കുന്ന മണം, അല്ലെങ്കിൽ ചിലപ്പോൾ പുക, ചിലപ്പോൾ ചിലർക്ക് ജോലി സ്ഥലത്തുള്ള കെമിക്കൽസ് ആയിട്ടുള്ള എക്സ്പോഷർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കുഴലുകളും അത് പെട്ടെന്ന് അതിൽ തടിപ്പ് വരികയും നീർക്കെട്ട് വരികയും അത് പെട്ടെന്ന് അടയുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് ചുമ, ശ്വാസം മുട്ടൽ, വലിവ്, ചെസ്റ്റ് ടൈറ്റ്നസ് ഈ സിംറ്റംസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും ആൾക്ക് ഈ സിംറ്റംസ് ഉണ്ടാവും. അത് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല, കൂടിയും കുറഞ്ഞും ഇരിക്കും. മിക്കപ്പോഴും രാത്രി, ഏർലി മോർണിംഗ് ഒക്കെ ആയിരിക്കും സിംറ്റംസ് കൂടുതൽ, കാരണം അപ്പോഴൊക്കെ ആയിരിക്കും തണുപ്പും കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിഡിസ്പൊസിഷനുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ട്രിഗർ വരുമ്പോൾ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന സിംറ്റംസ്, എസ്പെഷ്യലി രാത്രി രാവിലെയൊക്കെ കൂടുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആസ്മ സംശയിക്കാം. അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ആസ്മയാണോ എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് പൊടി, തണുപ്പ്, ഇതൊക്കെയാണ് പ്രശ്നം. അതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സ്കൂളിലത്തെ ബുക്സ്, അതുപോലെ പഴയ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ പീരിയോഡിക്കലി വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭിത്തിയിൽ വിള്ളലൊക്കെ ഉണ്ടെങ്കിൽ നനവൊക്കെ വന്നിട്ട് അതിൽ പൂക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്വസിക്കുമ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ കടുക് വറുക്കുന്ന മണം, പുകയെടുപ്പ്, ഇതൊക്കെ പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാസ്ക് ധരിക്കുക. അതുപോലെ പെർഫ്യൂം, അഗരബത്തി മുതലായ സാധനങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. വീട്ടിൽ കാർപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ വളർത്തു മൃഗങ്ങളും പക്ഷികളും, ലവ് ബേർഡ്സ് ഒക്കെ എസ്പെഷ്യലി, അതൊക്കെ നമ്മൾ മാറ്റാൻ നോക്കുക. പിന്നെ ചിലപ്പോൾ ജോലി സ്ഥലത്തെ എക്സ്പോഷറോ കെമിക്കൽസോ പ്രശ്നമാണെങ്കിൽ ജോലി ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ ഇതൊക്കെ എത്ര തന്നെ ശ്രദ്ധിച്ചാലും നമുക്ക് എന്തിനോടൊക്കെയാണോ പ്രശ്നം ഇതെല്ലാം കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്വാസക്കുഴലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും ഈ അടഞ്ഞു പോകുന്നതിനെ തുറക്കാനുമായിട്ട് നമുക്ക് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ കണ്ണിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഐ ഡ്രോപ്സും, ചെവിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇയർ ഡ്രോപ്സും യൂസ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇൻഹേലർ. നമ്മൾ ഡയറക്റ്റ്ലി ശ്വാസക്കുഴലിലോട്ട് മരുന്ന് എത്തുന്ന അതാണ് ഇൻഹേലർ. 2 മരുന്നാണ് ബേസിക്കലി നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് അടഞ്ഞുപോയ ശ്വാസക്കുഴലിനെ നിവർത്താനായിട്ട് ബ്രോങ്കോ ഡയലേറ്റർ എന്ന് പറയും. ഒന്ന് ഈ ശ്വാസക്കുഴലിൻ്റെ ഭിത്തികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെയും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ ചെറിയ ഡോസിലുള്ള സ്റ്റിറോയിഡ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോഴാണ് ആൾക്ക് ബെറ്റർ ആവുന്നത്. ഇനി ഇൻഹേലേഴ്സ് പല രീതിയിൽ അവൈലബിൾ ആണ്. നമുക്ക് കാനിസ്റ്ററിൽ മരുന്നടങ്ങിയ സ്പ്രേ ആയിട്ട് അടിക്കുന്ന മീറ്റർ ഡോസ് ഇൻഹേലർ ഉണ്ട്. പിന്നെ ഗുളിക വെച്ച് അടിക്കുന്ന ഡ്രൈ പൗഡർ ഇൻഹേലർ ഉണ്ട്. പിന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനനുസരിച്ചിട്ട് ഡ്രഗ് ഡെലിവർ ആവുന്ന സിംഗ്രോ ബ്രെത്തുകളുണ്ട്. അപ്പം ഒരു ഡിവൈസ് മറ്റൊന്നിനേക്കാൾ സുപ്പീരിയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാർക്കും ഓരോ ഡിവൈസ് ആയിരിക്കും കംഫർട്ടബിൾ. അപ്പം അവരവർക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി ചൂസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആസ്മ കൺട്രോൾ ചെയ്യാൻ സാധിക്കും.